മാഡം 15 വർഷത്തോളം ഇവിടെ MLA ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ കാലയളവിൽ കൊട്ടാരക്കരയുടെ CPM ഒരു മുഖം കൂടിയായിരുന്നല്ലോ. അങ്ങനെ ഒരു സമയത്ത് പക്ഷേ പാർട്ടി അതിനുശേഷം MLAയുടെ ഒരു കാലയളവ് കഴിയുന്നതോടുകൂടി പെട്ടെന്നൊരു അവഗണിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് പെട്ടെന്നുണ്ടാവും? എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു സ്പേസേ വേണ്ടാന്ന് വെച്ചാൽ അവര് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇനി എന്തോ കൊടുക്കണം എന്നാ. എന്ത് കൊടുത്തപ്പോഴും എന്ത് പാർട്ടിക്കുണ്ടായെന്നുള്ളത് വലയാക്കുന്നില്ല. അത്രയും ജനങ്ങളുടെ ഒരു സമ്മതി സ്നേഹം. എന്റെ ഏറ്റവും വലിയ വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന സ്നേഹമാണ്. അതേ എനിക്ക് സമ്പാദ്യമായിട്ടുള്ളൂ. ആ ആ സ്നേഹം കൊണ്ട് തന്നെ എന്നും എന്നും ജയിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഞാൻ ജയിച്ചു വരുമ്പോൾ ഒന്നോ രണ്ടോ പഞ്ചായത്ത് മാത്രമേ LDFന്റെ ഉള്ളൂ. കൊളക്കട പോലെയുള്ള വെളിയം പോലെയുള്ള സ്ഥലങ്ങള്. ബാക്കിയെല്ലാം UDFന്റെ ആണ്. അതെല്ലാം മാറി മൊത്തം ഇത് വന്ന് എന്റെ മിടുക്കാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു നല്ല കൈ അതിനകത്തുണ്ട് എന്നുള്ളത് പാർട്ടി കണ്ടില്ല.